ക്യാൻ ഗോ മിസ്റ്റർ ബഷീർ, യു ആർ ഫ്രീ. അത് കേട്ട് തരിച്ചു നിന്നുപോയ തടവുകാരൻ ജയിലറുടെ മുഖത്ത് നോക്കി പൊട്ടിത്തെറിച്ചു. വൈ ഷുഡ് ഐ ബി ഫ്രീ? ഹൂ വാണ്ട്സ് ഫ്രീഡം? പിന്നെ അയാൾ ജയിലിനുള്ളിലെ പൂന്തോട്ടത്തിലേക്ക് നടന്നു. അവിടെ താൻ നട്ടു നനച്ചു വളർത്തിയ പൂന്തോട്ടത്തിൽ നിന്ന് ഒരു ചുവന്ന പനിനീർ പൂ പൊട്ടിച്ചെടുത്ത് ഉമ്മ വെച്ചു. അയാൾ മുന്നിലേക്ക് നോക്കി. ആൺതടവുകാരെയും പെൺതടവുകാരെയും വേർതിരിക്കുന്ന വലിയ മതിലിന് മുകളിൽ അപ്പോൾ അതാ ഉണങ്ങിയ ചുള്ളിക്കമ്പ് ഉയരുന്നു. അയാളുടെ നാരായണി, ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത അയാളുടെ പെണ്ണ്, മതിലിന് അപ്പുറവും ഇപ്പുറവും നിന്ന് പറഞ്ഞ ഏതാനും വാക്കുകളിലൂടെ ഉടലെടുത്ത പ്രണയം. ഇല്ലാത്ത അസുഖമുണ്ടാക്കി ആശുപത്രിയിൽ പോകാനും അവിടെ വെച്ച് ഒരു നോക്ക് കാണാനും കാത്തിരുന്നവർ. നാളെയായിരുന്നു ഒരിക്കലും നടക്കാതെ പോയ ആ കൂടിക്കാഴ്ച. ജയിലിൽ നിന്നിറങ്ങുമ്പോൾ ഒരിക്കൽ കൂടി അയാൾ തിരിഞ്ഞു നോക്കി. ഒരു ചുള്ളിക്കമ്പ് മതിലിനു മുകളിൽ ഉയരുന്നു. ഇത് മതിലുകൾ, ബഷീറിന്റെ മതിലുകൾ. വെറും 4 ദിവസം കൊണ്ട് എഴുതി തീർത്ത 100-ൽ താഴെ പേജുകളുള്ള ഒരു നോവൽ. വിശ്വ സാഹിത്യത്തിന് മലയാളം നൽകിയ തിരുമുൽക്കാഴ്ച. പ്രസിദ്ധീകരിച്ചിട്ട് 1/2 നൂറ്റാണ്ട് പിന്നിട്ടിട്ടും ഇന്നും ബുക്ക് സ്റ്റാളുകളിൽ ചൂടപ്പം പോലെ വിറ്റുപോകുന്ന ഉജ്ജ്വല സാഹിത്യ സൃഷ്ടി. 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കിട്ടിയ ആദ്യ വായനാ അനുഭവം ഇന്നലെ വായിച്ചപ്പോഴും ഉണ്ട് കൂടെ. കാലത്തെ തോൽപ്പിച്ച, തലമുറകളെ താരാട്ട് പാടി ഉറക്കിയ ലോക സാഹിത്യത്തിലെ ഏറ്റവും മനോഹരമായ പ്രണയകഥ. വായിച്ചു കഴിഞ്ഞ് പുസ്തകം മടക്കി വെച്ച് എഴുന്നേറ്റപ്പോൾ ജയിലിൻ്റെ കനത്ത കമാനങ്ങൾ കടന്ന് പുറത്തെ വലിയ ജയിലിലേക്ക് ഇറങ്ങുന്ന നിസ്സഹായനായ ഒരു മനുഷ്യനെ ഞാൻ കണ്ടു. ഒപ്പം മനസ്സിൽ വെള്ളിടി പോലെ ആ ചോദ്യം മുഴങ്ങി, ഹൂ വാണ്ട്സ് ഫ്രീഡം? ഇല്ല, ബഷീർ മരിച്ചെങ്കിലും മതിലുകൾക്ക് മരണമില്ല.